ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മുട്ട ബുർജിയാണ്. അപ്പോൾ അത് നന്നായി ചൂടായ എണ്ണയിൽ ഒരു വലിയ സവോളയുടെ 1/4 ഭാഗം അല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് സവോള, ഇത് 2 മുട്ടയ്ക്ക് വേണ്ടി മാത്രമാണ്, ഒരാൾക്ക് വേണ്ടിയുള്ള അളവ് 2 മുട്ട ചേർത്തിട്ട് അതൊന്ന് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക്, ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇനി നിങ്ങൾക്ക് അധികം എരിവില്ലാത്ത മുളകാണെങ്കിൽ 2 എണ്ണം ഇടാം. അതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് ഇതൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി വരണം. ബ്രൗൺ നിറമാവുകയൊന്നും വേണ്ട, വെറും ഒന്ന് സോഫ്റ്റ് ആവണം, അത്രയേ ഉള്ളൂ. അതൊന്ന് നന്നായി വഴറ്റി വരുമ്പോഴേക്ക് നമ്മൾ ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ഒരു തക്കാളി. വലിയ തക്കാളി ആണെങ്കിൽ 1 മതി, ചെറുതായതുകൊണ്ട് ഞാൻ 2 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം. അങ്ങനെ തക്കാളിയും ചേർത്ത് തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞ് വരണം. ഒക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം. നിങ്ങളുടെ പാത്രത്തിൻ്റെ ഇതനുസരിച്ച് നേരിയ പാത്രമാണെങ്കിൽ തീരെ കുറച്ച് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇതൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. എണ്ണയൊന്നും ഒരുപാട് ഇടണ്ട, ആദ്യം ഇട്ട എണ്ണ മാത്രം മതി. പിന്നെ തക്കാളിയുടെ നീരും ഉള്ളിയുടെ നീരും ഒക്കെ വന്ന് അതങ്ങ് ശരിയായിക്കോളും. എണ്ണ ഏറ്റവും കുറച്ച് ഉപയോഗിച്ചിട്ടാണ് മിക്കതും ഞാൻ പാചകം ചെയ്യാറ്. അങ്ങനെ ഇത് കുഴഞ്ഞു വരാൻ വേണ്ടിയിട്ട് അതൊന്ന് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ബ്രെഡാണ് ഇന്ന് ഇതിന് ഉള്ളത്. ബ്രെഡ് ഒന്ന് എപ്പോഴും നമ്മൾ കുറച്ച് ഡ്രൈ ആയ കറി ആണെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ നമ്മളെപ്പോഴും ഒന്ന് ടോസ്റ്റ് ചെയ്ത് ലേശം ഒന്ന് സ്റ്റിഫാക്കി മുരിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. സോഫ്റ്റ് ആയതിനേക്കാളും നല്ല കറി, ലൂസായ കറിയുള്ളതാണെങ്കിൽ നമുക്ക് വാങ്ങിയ ബ്രെഡ് അതുപോലെ കഴിക്കാം. അങ്ങനെയാണ് ചെയ്യാറ്. അങ്ങനെ തക്കാളി ഒരുവിധം കുഴഞ്ഞു വന്ന് വെന്തിട്ട് അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും അല്പം മഞ്ഞൾ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയോ ചിക്കൻ മസാലയോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മണം, മുട്ടയുടെ മണം അങ്ങനെ അറിയാതിരിക്കാനാണ് അത് ചേർക്കുന്നത്. അപ്പോൾ അതിലേക്ക് അല്പം വെള്ളവും ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്കിപ്പോൾ ഇത് വെറും ഒരാൾക്ക് വേണ്ടി 2 മുട്ടക്കാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കിത് മുട്ട 2 ഉള്ളൂ, 4 ആൾക്ക് വേണമെങ്കിൽ ഒരല്പം ഉള്ളി അധികമെടുത്ത് 1 തക്കാളി കൂടി അധികമെടുത്ത് കുറച്ചുകൂടി വെള്ളവും ചേർത്ത് നല്ല ലൂസായി ഒന്ന് വേവിച്ച് വന്നതിന് ശേഷം മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ ഇത് 3 ആൾക്കും 4 ആൾക്കും ഒക്കെ ഉപയോഗിക്കാം. 2 മുട്ട തന്നെ. അങ്ങനത്തെ ഒരു കറിയാണ്. ഇതൊരു മാജിക്കൽ പ്രിപ്പറേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറുക്കുകയും നീട്ടുകയും ഒക്കെ ചെയ്യാം. അങ്ങനെ ഉള്ളിയൊക്കെ വാടി വന്ന സമയത്ത് ഞാനിനിയിപ്പോൾ ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ട ബുർജി. പക്ഷേ ചപ്പാത്തിക്ക്, ബ്രെഡിന് ഒക്കെ കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഒന്ന് ശ്രദ്ധിക്കണം, എപ്പോഴും ഇതൊക്കെ ഉണ്ടാക്കിയ ഉടനെ കഴിക്കണം, എങ്കിലാണ് അതിൻ്റെ ടേസ്റ്റ്. അതേ ആക്കി വെച്ച് കഴിക്കുമ്പോൾ ഒരിക്കലും അതിൻ്റെ ഒരു ജ്യൂസി ടെക്സ്ചർ കിട്ടില്ല. ഉടനെ തന്നെ ഉണ്ടാക്കി കഴിക്കണം. ഇതിപ്പോൾ ഞാൻ ഒരാൾക്ക് വേണ്ടി മാത്രമായതുകൊണ്ട് കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അല്ല, ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ലൂസായിട്ട് കുറച്ചധികം പേർക്ക് ഒപ്പിക്കാം എന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ലൂസാക്കിയിട്ടും എടുക്കാം. ആ മുട്ടയൊന്ന് വെന്ത് വരണം, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ മുട്ട ബുർജി റെഡിയായിട്ടുണ്ട്. രാത്രിയോ ബ്രേക്ക്ഫാസ്റ്റിനോ ഉച്ചക്കോ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഏറ്റവും ടേസ്റ്റാക്കി പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു കറി എന്ന് പറയാൻ പറ്റില്ല, സൈഡ് ഡിഷാണ് മുട്ട ബുർജി. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.